പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. വോളിയം 7 കാര്യമാണ്. ശ്രീല പ്രഭുപാദ് 2 വട്ടം മെക്സിക്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജസ്റ്റ് ഒരു ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും, പിന്നെ ഹൃദയാനന്ദ ഗോസ്വാമിയാണ് അവിടെ അതിന്റെ GBC ആയിട്ട് ഇൻചാർജായിട്ട് വച്ചിരുന്നത്. അപ്പം മഹാരാജ് നല്ല രീതിയിൽ പ്രീച്ച് ചെയ്തു. അപ്പം പക്ഷെ പലവട്ടവും പ്രഭുപാദ് വരാമെന്ന് വിചാരിച്ച അവസാന നിമിഷം പല ഇത് വന്നപ്പോഴത്തേനത് ഇതായി. അവര് ഒരു വേളയിൽ ടെമ്പിളൊക്കെ പെയിന്റൊക്കെ എല്ലാം ചെയ്തു. പ്രഭുപാദ് ആ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്തു വേറൊരു സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് ഹൃദയാനന്ദ മഹാരാജ് എന്തായാലും പ്രഭുപാദ് ഒരു വട്ടമെങ്കിലും മെക്സിക്കോയിൽ ഈ ഡിവോട്ടീസിനെ കാണണം എന്ന് വിചാരിച്ച് പ്രഭുപാദ് പോയടുത്ത് തന്നെ വന്നു. എന്നിട്ട് ആ ഷെഡ്യൂളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പ്രഭുപാദിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. വേറൊരു ഷെഡ്യൂൾ വരാതിരിക്കാൻ വേണ്ടി കൂടെ പ്രഭുപാദ് ഉള്ള സ്ഥലത്ത് തന്നെ ചെന്നിട്ട് അങ്ങനെ മഹാരാജ് പ്രഭുപാദിനെയും കൊണ്ടുവന്നു. ഇവര് അത് സത്സരം മഹാരാജ് നല്ല രീതിയിൽ അതിനകത്ത് എഴുതുന്നുണ്ട്. അവര് വളരെയധികം റിഹേഴ്സലൊക്കെ ചെയ്തു. പ്രഭുപാദ് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അവര് ടെമ്പിളൊക്കെ പെയിന്റ് ചെയ്തു. ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തു. ഒരാള് ഇങ്ങനെ ടെമ്പിളിന്റെ മുകളിൽ കയറി പ്രഭുപാദിന്റെ കാറ് വരുമ്പോ ശംഖ് വിളിക്കണം. അപ്പൊ ഓരോരുത്തരും ഓരോ ചെയ്യണം. അങ്ങനെ ഒരു സിനിമ ഇത് ചെയ്യുന്ന പോലെ എല്ലാവരും അവര് റിഹേഴ്സൽ ചെയ്തു. പിന്നെ ഹൃദയാനന്ദ മഹാരാജ് അവിടുത്തെ പോലീസുകാരെയും സംസാരിച്ചിട്ട് പ്രഭുപാദ് സാധാരണ എല്ലാം വരുമ്പോഴും ഒരു കസ്റ്റംസ് ഇമിഗ്രേഷനോ അതെന്തോ പറഞ്ഞ ചെക്കിംഗ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എയർപോർട്ടിന്റെ വെളിയിലേക്ക് വരുന്നു. അപ്പൊ അതൊന്നും മെക്സിക്കോയിൽ പ്രഭുപാദിനുണ്ടായില്ല. ജസ്റ്റ് ഇത് ഇറങ്ങി ഉടനെ ഇങ്ങനെ വെളിയിലേക്ക് വന്നു. പിന്നെ ഇത് പോലീസ് എസ്കോർട്ടും ഉണ്ടായിരുന്നു. രണ്ട് സൈഡിൽ നിന്നും പോലീസ് ബൈക്കുകളും പ്രഭുപാദിന്റെ കാറ് ഉണ്ട്. അതിനെ പോലീസ് കാർ എസ്കോർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇരുന്നപ്പോ പ്രഭുപാദ് പറഞ്ഞു, ഒരു വട്ടം ഞാൻ ലക്നൌയില് UP ഗവർണറുമായിട്ട് പോയ സമയത്ത് എനിക്ക് ഇതേപോലെ എക്സോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രഭുപാദിന് വളരെ ഹാപ്പിയായി. അദ്ദേഹം ഇങ്ങനെ കസ്റ്റംസ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയൊന്നും ചോദിച്ചില്ല. പ്രഭുപാദ് നല്ല ഹാപ്പിയായി. എന്നിട്ട് പ്രഭുപാദ് വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ പ്രഭുപാദ് ക്ലാസ് എടുക്കാനായിട്ട് റൂമിൽ ഇതിൽ ഇരുന്നിട്ട് ക്ലാസ് എടുത്തു. അതില് ഹൃദയാനന്ദ മഹാരാജ് അടുത്തിരുന്നിട്ട് സ്പാനിഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതില് സത്സര മഹാരാജ് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഒരാൾ ചോദിച്ചു. അതിനകത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളിലും അപരാധങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് മോചിതനാകാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അന്നേ പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞു, നമ്മള് മനഃപൂർവ്വമായിട്ട് അപരാധം ചെയ്യുന്ന നിർത്തിയാൽ മതി, നമ്മൾ അതിൽ നിന്ന് പ്യൂരിഫൈഡ് ആയി കഴിയുന്നുള്ളത്. ഇത് പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു. ഡിവോഷണൽ സർവീസ്, ഒരാൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്യൂരിഫിക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനിടയിൽ അപരാധം ചെയ്യുമ്പോഴത്തേന് അതിന് ചെറിയൊരു കുറവ് വരും. പക്ഷെ ആ തെറ്റ് ചെയ്യുന്ന പ്രവൃത്തി അയാൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി പ്യൂരിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, കാരണം ഡിവോഷണൽ സർവീസിൽ അയാൾ എൻഗേജ്ഡ് ആണ്. അയാൾ തെറ്റ് ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യാത്ത സമയത്തും അയാൾ ഡിവോഷണൽ സർവീസിൽ എൻഗേജ്ഡ് ആണ്. തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്കൊരു കണ്ടാമിനേഷൻ ഉണ്ടാവും. പക്ഷെ ആ തെറ്റ് ചെയ്യുന്ന നിർത്തിയാൽ അടുത്ത നിമിഷം അയാൾ പ്യൂരിഫൈഡ് ആയി കഴിഞ്ഞു എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി പ്രത്യേകിച്ചൊരു പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന എന്ത് തെറ്റാണ് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങ് നിർത്തുക, ഡിവോഷണൽ സർവീസ് കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പ്യൂരിഫൈഡ് ആയിത്തീരും എന്നുള്ളത് അതിൽ ആ ഒരു ലെക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതായതുകൊണ്ടാണ് സത്സരു മഹാരാജ ലീലാമൃതയിൽ ആ ഒരു പാസ്റ്റ് ടൈം പറയാൻ വേണ്ടി ഇതെല്ലാം